സത്യനന്ദിക്കാട് ജയറാം കോംബോയിലെ സിനിമകളൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. അക്കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് 2003 റിലീസ് ചെയ്ത മനസ്സിനക്കരെ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഇൻസിഡന്റ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഷീല അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്ന സിനിമയായിരുന്നു മനസ്സിനക്കരെ. അതിനു മുമ്പ് 2002 ജയറാമിനെ വെച്ച് തന്നെ സത്യനന്ദിക്കാട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമ ചെയ്തു. ആ സിനിമയുടെ സംഗീതം ജോൺസൺ ആയിരുന്നു. അതുവരെ ഒരുവിധം സത്യനന്ദിക്കാടിന്റെ സിനിമകളൊക്കെ ജോൺസൺ ആയിരുന്നു സംഗീതം നിർവഹിച്ചത്. ഇടയ്ക്ക് 1-2 സിനിമകൾക്ക് ഇളയരാജ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയ്ക്ക് ശേഷം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ശേഷം, മനസ്സിനക്കരെ ജയറാമും ഷീലയും പിന്നെ പുതുമുഖ നായികയായ നയൻതാരയൊക്കെ അഭിനയിക്കുന്ന സിനിമയ്ക്ക് സത്യനന്ദിക്കാട് ഇളയരാജനെ കൊണ്ടുവന്നു. അപ്പോൾ ഇവര് കമ്പോസിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഇവര് റെഡിയായി. ക്രിസ്മസിന് റിലീസ് ചെയ്യണം, അപ്പൊ അതിനോടനുബന്ധിച്ച് ഷൂട്ടിംഗ് ഒക്കെ പെട്ടെന്ന് തീർക്കണം. അങ്ങനെ എല്ലാം അതിന്റെ ഒരു പ്ലാനിങ്ങിൽ പോവായിരുന്നു. അപ്പൊ ഇതിൽ കുറച്ച് ഒരു 4-5 പാട്ടുകളുണ്ട്. അപ്പൊ ഒരു യേശുദാസ്, MG ശ്രീകുമാർ, ജയചന്ദ്രൻ, അപ്പൊ കുറെ പേരെയൊക്കെ ഇതിൽ പാടാം. ഓരോ പാട്ട് ഓരോരുത്തർക്ക് കൊടുക്കാമെന്ന രീതിയിലാണ് ഇളയരാജ പ്ലാൻ ചെയ്തത്. അപ്പൊ ഇതിൽ നമുക്കറിയാം ജയറാമും ഇന്നസെന്റും അച്ഛനും മകനുമായിട്ടാണ്. ഇന്നസെന്റ് ഗംഭീര റോളായിരുന്നു. ജയറാം ഇന്നസെന്റ് അതിനു മുമ്പ് ഒരുപാട് സിനിമകൾ അതിനു മുമ്പ് ഒന്നിച്ചിട്ടുണ്ടെങ്കിലും ഇതിലെ അച്ഛനും മകനും അപ്പനും മകനും ഇപ്പോഴും നമുക്ക് ആ സിനിമ വന്നാൽ നമ്മൾ ഇരുന്ന് കാണുന്നതിന്റെ പ്രധാന റീസൺ ഇന്നസെന്റ് ജയറാം കോംബോയാണ്. അപ്പൊ ഇതില് ഒരു പാട്ടുണ്ട്, ചെണ്ടയ്ക്കൊരു കോലുണ്ടട എന്ന് പറഞ്ഞൊരു പാട്ട്. ഒരു അടിപൊളി പാട്ടായിരുന്നു. ആ പാട്ട് ഇന്നിപ്പോ നമ്മൾ കാണുന്നത് ജയചന്ദ്രനും MG ശ്രീകുമാറാണ്. അതായത് അച്ഛനും മകന്റെ വോയിസിൽ ഇന്നസെന്റിനും ജയറാമിനും വേണ്ടി MG ശ്രീകുമാറും ജയചന്ദ്രനും കൂടിയാണ് പാടിയിട്ടുള്ളത്. അപ്പൊ ഇവരെല്ലാ കാര്യങ്ങളൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇവരെ രണ്ടുപേരെ കൊണ്ട് തന്നെ പാടിക്കാം എന്ന് പറഞ്ഞ് സത്യനന്ദിക്കാട് അന്ന് അവിടെ സ്റ്റുഡിയോയിൽ ഇല്ലായിരുന്നു. അപ്പോൾ ജയറാം അന്ന് സ്റ്റുഡിയോയിലുണ്ട്. അപ്പൊ ജയറാമും ഇളയരാജയും കൂടി ഇങ്ങനെ സംസാരിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വെറുതെ ആ പാട്ടൊന്ന് പാടി. അപ്പൊ പാടി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് ജയറാം. അപ്പൊ ഇളയരാജയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇളയരാജ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും പാടിയില്ല, ഇത് തന്നെ മതിയല്ലോ എന്ന് പറഞ്ഞ് ജയറാമിന്റെ അടുത്ത് പറഞ്ഞു, ഇത് മതി, ഇനിയിപ്പോ മാറ്റേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. അപ്പൊ ജയറാമിന് സന്തോഷമായി. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഗാനരംഗം ഞാൻ തന്നെ പാടുന്നു എന്നൊക്കെ പറഞ്ഞ് ജയറാമിന് വളരെ സന്തോഷമായിട്ട് ജയറാം അവിടുന്ന് സത്യനന്ദിക്കാടിന്റെ കയ്യൊക്കെ കൊടുത്ത് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവിടുന്ന് പിരിഞ്ഞു. ഇത് കഴിഞ്ഞ് ജയറാം പോയി. അത് കേട്ടാണ് സത്യനന്ദിക്കാടിന്റെ എൻട്രി. സത്യനന്ദിക്കാട് തിരിച്ചു വന്ന് ഇപ്പോൾ ഇളയരാജയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു, പാട്ട് കേൾപ്പിച്ചു. അപ്പൊ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യനന്ദിക്കാട് പറഞ്ഞു, അടിപൊളിയായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഇതിൽ ജയചന്ദ്രനും MG ശ്രീകുമാറും തന്നെ പാടിയാൽ മതി. ജയറാമൊക്കെ നല്ല ഗായകനൊക്കെ തന്നെ, പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞ് സത്യനന്ദിക്കാടിന്റെ പിടിഭാഷയിൽ ഇളയരാജ വീണ്ടും ആ പാട്ട് ഒന്നും കൂടി റെക്കോർഡ് ചെയ്തു. ഈ ജയചന്ദ്രനെയും MG ശ്രീകുമാറിനെയൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യിപ്പിച്ചു. സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോഴും അതിന്റെ ഓഡിയോ കാസറ്റ് ഇറങ്ങിയപ്പോഴൊക്കെ ഈ വേർഷൻ മാത്രമേ ഉള്ളൂ. ജയചന്ദ്രനും MG ശ്രീകുമാറും പാടിയ വേർഷൻ മാത്രമേ ഉള്ളൂ. ജയറാമും ഇളയരാജയും പാടിയ വേർഷൻ കാസറ്റിലും ഇല്ല, സിനിമയിലും ഇല്ല. അപ്പൊ ഇതിന്റെ റിലീസൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ഇവർ ഒരുമിച്ചുള്ള സത്യനന്ദിക്കാടും ജയറാമും ഒക്കെ കൂടെയുള്ള ചില ഇന്റർവ്യൂസിലും അല്ലാത്ത ഇന്റർവ്യൂസിലൊക്കെ ജയറാം തമാശ രൂപേണ പറയും, എന്നിലെ ഗായകനെ തല്ലിക്കെടുത്തിയ, അതായത് ഒരു പ്രോത്സാഹനം തരാതെ ഒറ്റടിക്ക് കൊന്നുകളഞ്ഞ ആളാണ് സത്യനന്ദിക്കാട്, ഇല്ലെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തമാശയായിട്ടൊക്കെ ജയറാം പറയാറുണ്ട്. എന്തായാലും സിനിമ ആ 2003 ക്രിസ്മസിനാണ് റിലീസ് ചെയ്തത്. വൻ ഹിറ്റായിരുന്നു. ജയറാമിനും ഒരു വലിയൊരു ഹിറ്റ് കിട്ടി. ഷീലയുടെ ഒരു തിരിച്ചുവരവായി. നയൻതാര എന്ന് പറഞ്ഞ പുതിയ നായിക കിട്ടി. അതിന് തൊട്ടു മുമ്പ് മീശമാധവനിലൂടെ, മീശമാധവൻ അല്ല ശരിക്കും രണ്ടാം ഭാവം മീശമാധവനൊക്കെ എഴുതിയ രഞ്ജൻ പ്രമോദിന് മനസ്സിനക്കര എന്ന് പറയുന്ന സിനിമ വലിയൊരു ബ്രേക്കായി. അപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള സിനിമയാണ് മനസ്സിനക്കര. പിന്നെ അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ ഒന്നും അത്ര സജീവം അല്ലാത്തതുകൊണ്ടായിരിക്കും ജയറാമും ഇളയരാജയും അന്ന് പാടിയ പാട്ട് പിന്നെ എവിടെ നമ്മൾ കേട്ടിട്ടില്ല. ജയറാം പറയുമ്പോഴാണ് ഞാനൊക്കെ അറിയുന്നത്, ജയറാമിന്റെ ഇന്റർവ്യൂയിലൂടെയാണ് ഞാനൊക്കെ ഇങ്ങനെ ഒരു സംഭവം നടന്നെന്നെ അറിയുന്നത്. ചെണ്ടയ്ക്കൊരു കോലുണ്ടട മണ്ടയ്ക്കൊരു കൊട്ടുണ്ടട ചൊല്ലിപ്പടി തല്ലിപ്പടി താളം സിനിമ പാടിനടിച്ച് അങ്ങനെ സാർ சொன்னாரு, നമുക്ക് രണ്ടുപേർക്ക് சேர்ந்து പാട്ട് പാടലാമ കേട്ടത്, എനിക്ക് നമ്പേ പിടിയില്ല. ഇന്നാണെങ്കിൽ ചിലപ്പോൾ ആ സോങ് അവർ പിന്നീട് യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്യുകയോ നമ്മളെ കണ്ടിട്ടുണ്ട്, ഡിലീറ്റഡ് സീൻസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും മനസ്സിനക്കരെ കുറിച്ച് ഈ അടുത്ത് ജയറാമിന്റെ ഒരു ഇന്റർവ്യൂ എനിക്ക് കിട്ടിയ ഒരു രസകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കും മനസ്സിനക്കരെ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ, ഇളയരാജയെ കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ, ഇളയരാജയുടെ ഫേവറേറ്റ് സിനിമകൾ, ഇതൊക്കെ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം.